എൻ്റെ പേര് സൗമ്യ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പുതിയൊരു 4 മണി പലഹാരമാണ്. അത് അരിതരം റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു 4 മണി പലഹാരം. തേങ്ങാക്കൊത്തും റവയും 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: റവ, വറുക്കാൻ ആവശ്യമായ എണ്ണ, തേങ്ങാക്കൊത്ത്, സോഡാപ്പൊടി, ഉപ്പ്, ഏലക്കാപ്പൊടി, പഞ്ചസാര. ഇത് നനയ്ക്കാൻ ആവശ്യമായ വെള്ളം. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. നമുക്കിത് നനയ്ക്കാം. ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുത്തത്. സോഡാപ്പൊടി അര തികച്ച് വേണ്ട, കാലും കുറച്ചുകൂടെ ചേർന്നുള്ള സോഡാപ്പൊടി. നമ്മൾ പഞ്ചസാര ഇടുന്നത് കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. കുറച്ച് മതിയാവും. കുറച്ച് ഉപ്പ്, ഏലക്കാപ്പൊടി. പിന്നീട് മധുരത്തിന് അത് ഓരോരുത്തരുടെ കണക്കനുസരിച്ചാണ്. മധുരം കുറവുള്ളവരുണ്ടാവും, കൂടുതലുണ്ടാവുണ്ടാവും. എന്നാലും കൂട്ടാതിരിക്കുക. കൂട്ടിയത് ഒരുപാട് മധുരമായി പോയാൽ കരിയും. അപ്പൊ അതനുസരിച്ച് മധുരം ആവശ്യത്തിന് ചേർക്കുക. ഇതിനാവശ്യമായ മധുരം നമുക്കൊന്നുകൂടെ നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഇത് പിന്നീട് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. ഇതൊക്കെ ഒന്ന് സെറ്റായി വരണം. എന്നിട്ടാണ് നമ്മൾ എണ്ണയിൽ വറുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊരു അരമണിക്കൂർ ഇരുന്നോട്ടെ. നമ്മൾ നേരത്തെ നനച്ചു വെച്ച മാവ് നന്നായിട്ട് നനഞ്ഞ് സെറ്റായിരിക്കൊണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് ഇത് ചൂടാക്കാം. ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കണം കേട്ടോ. നമുക്കിത് കൈ നനച്ചിട്ട് ഇതിലെടുത്ത് ചെറിയ ഉണ്ടകളായിട്ട് ഇങ്ങനെ ഉരുട്ടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ ബോളുകളും നമുക്കിങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് മറിച്ച് കൊടുക്കാം. മുരിഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വച്ചിരുന്ന് ഒരു എയർടൈറ്റുള്ള ഒരു പാട്ടയ്ക്കകത്തോ എന്തിനകത്തെങ്കിലും നമുക്ക് വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വെച്ചിരിക്കാം. നന്നായിട്ട് മുരിച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് മുരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണേലും, സൺഫ്ലവർ ഓയിലോ മറ്റെന്ത് എണ്ണ വേണേലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും ഇത് പോരാം. അപ്പോൾ നമ്മളിത് അരിതെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇച്ചിരി കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ നമുക്ക് എത്ര ദിവസം വേണേലും അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇനി ഒരു ഐറ്റമായിട്ട് നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.